ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ നാട്ടിൽ കോവിഡ് വൈറസ് വീണ്ടും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ഇന്ത്യയിലെമ്പാടും ഏകദേശം 1800 കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 90%, 1550ഓളം കേസുകൾ നമ്മുടെ കേരളത്തിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ വൈറസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും പുതിയ ഒമിക്രോൺ വേരിയന്റ് ആണ്. ഒമിക്രോൺ JN.1 എന്ന ഒരു വേരിയന്റ് ആണ്. ഇതിന് അതിവ്യാപന ശേഷി കൂടുതലാണ്. മാത്രമല്ല, കൊറോണ വൈറസ് ഒരു തവണ വന്ന് നമ്മുടെ ശരീരത്തിൽ ആന്റിബോഡി ഉള്ളവരിലും കോവിഡ് വാക്സിൻ എടുത്തവരിലും ഈ വൈറസിന് വരാനുള്ള ശേഷി ഉണ്ട് എന്നുള്ളതാണ് ഈ വൈറസിന്റെ പ്രത്യേകത. നമ്മുടെ ശരീരത്തിലേക്ക് ഈ വൈറസ് വന്നു കഴിഞ്ഞാൽ അതിന് ഏകദേശം 3 മുതൽ 5 ദിവസം വരെ ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ലക്ഷണം കാണിക്കും. ഈ ഒമിക്രോൺ വേരിയന്റിന്റെ ഏറ്റവും പുതിയ രോഗലക്ഷണങ്ങൾ എന്ത് എന്ന് വിശദീകരിക്കാം. പ്രധാനമായിട്ടും ജലദോഷത്തിന്റെ ലക്ഷണങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോഴത്തെ സീസണിൽ ഈ മഴക്കാലത്ത് കോവിഡ് വൈറസ് മാത്രമല്ല, H1N1 എന്ന് വിളിക്കുന്ന വൈറസുകൾ, ഇൻഫ്ലുവൻസ വൈറസ് ഇപ്പോഴുണ്ട്, ഡെങ്കുപ്പനി ഇപ്പോൾ പടർന്നു പിടിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ ഇൻഫ്ലുവൻസ വൈറസിനോട് അതേ രീതിയിലുള്ള രോഗലക്ഷണങ്ങളാണ് ഈ JN.1 കോവിഡ് വൈറസിനും പ്രകടമാക്കുന്നത്. അതായത് കഠിനമായിട്ടുള്ള മൂക്കൊലിപ്പ്, തലവേദന, പനിയുടെ ലക്ഷണങ്ങൾ, തൊണ്ടയ്ക്ക് കരകരപ്പ്, തൊണ്ടവേദന, ചുമ, ഇതാണ് കോമൺ ആയിട്ട് കാണുന്ന ലക്ഷണങ്ങൾ. ഇതുകൂടാതെ വയറിന് വരുന്ന ബുദ്ധിമുട്ട്, ഛർദില്, വയറിന് ഇറിറ്റേഷൻ, ലൂസ് മോഷൻ, ഇതാണ് ഇപ്പോഴത്തെ ഒമിക്രോൺ വൈറസിന് കാണുന്നത്. ഈ വൈറസിന്റെ മറ്റൊരു പ്രത്യേകത, കണ്ണിൽ നിന്ന് മൂക്കിലേക്കുള്ള ട്യൂബുണ്ട്, നേസോ ലക്രൈമൽ ഡക്ട് എന്ന് പറയും. ഈ ഭാഗത്ത് വരുന്ന ഇൻഫെക്ഷനോട് കൂടി കണ്ണിന്റെ ഉൾവശത്തും പഴുപ്പ് ഈ അസുഖത്തിന് കണ്ടുവരുന്നുണ്ട്. ഈ പുതിയ ലക്ഷണങ്ങൾ കാണുന്ന വൈറസ് എന്നാൽ മാരകമല്ല, വ്യാപനശേഷി കൂടുതലാണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതായത് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ 8 മുതൽ 15 പേരിലേക്ക് അവരിൽ നിന്നും പടരാനുള്ള ശേഷിയുണ്ട്. അതായത് ഒരു വീട്ടിൽ ഒരാൾ വന്നാൽ ഒരു 3 ദിവസം കഴിയുമ്പോൾ ആ വീട്ടിലുള്ള എല്ലാവർക്കും പനി വരുന്ന ഒരു രീതിയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇപ്പോഴത്തെ പല വീടുകളിലും വ്യാപിക്കുന്ന പനിക്ക് ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളുമുണ്ട്. അവ ഈ രീതിക്കാണ് പടരുന്നത്. ആരും പോയി കോവിഡ് ടെസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് ഇത് കോവിഡ് ആണോ ഇല്ലയോ എന്നുള്ളത് അറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കേരളത്തിലാണ് മറ്റ് സംസ്ഥാനങ്ങൾ വെച്ചിട്ട് കോവിഡ് ടെസ്റ്റ് ചെയ്യുന്നത് കൂടുതലായതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലാണ് ഈ 90% കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത് പറയുന്നത്. അല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ല എന്നല്ല അർത്ഥം. ഇവിടെയുള്ള കോവിഡ് ഇപ്പോഴുള്ള വൈറസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വളരെ വേഗത്തിൽ വ്യാപന ശേഷിയുള്ളതാണ്, എന്നാൽ മാരകശേഷി കുറവാണ്. അതായത് ആള് ഈ കോവിഡ് വൈറസ് ബാധിച്ചു കഴിഞ്ഞാൽ മരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് അർത്ഥം. പക്ഷേ അതിൻ്റെ അർത്ഥം ഈ കോവിഡ് വൈറസ് വന്നു പോയി എൻ്റെ സൈഡ് എഫക്ട്സ് വരില്ല എന്നല്ല. കൊറോണ വൈറസ് വരുന്നതിൻ്റെ ഈ ലക്ഷണങ്ങൾ ഇതൊക്കെയാണെങ്കിലും കോവിഡ് വന്ന് മാറിയവരിൽ ചുമ, കഫക്കെട്ട് പോലുള്ള ബുദ്ധിമുട്ടുകൾ മാറാൻ കാലതാമസം 2-3 മാസം എടുത്തു എന്ന് വരാം. കോവിഡ് വൈറസ് വന്നു പോയവരിൽ കാണുന്ന പോസ്റ്റ് കോവിഡ് ഡിസോർഡേഴ്സ് ഈ ഒരു ആൾക്കാരിൽ കൂടുതലാണ്. ഉറക്കക്കുറവ്, തലപെരുപ്പ്, ശ്വാസം മുട്ടല്, നെഞ്ചിൽ ഭാരം ഇരിക്കുന്ന പോലുള്ള ബുദ്ധിമുട്ട്, വിട്ടുമാറാത്ത മൂക്കൊലിപ്പ്, ജലദോഷം, തൊണ്ടവേദന, കഫം പോലുള്ള ബുദ്ധിമുട്ടുകൾ ഇടവിട്ട് കണ്ടുകൊണ്ടിരിക്കും. ഇടയ്ക്ക് നമ്മളൊന്ന് പോയൊന്ന് സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ ചെറിയൊരു കുളിരും പനിയും പോലുള്ള ലക്ഷണം കാണുക, ഒരു ജോലിയും ചെയ്യാൻ ഉന്മേഷമില്ലാത്ത ഒരവസ്ഥ വരിക, ഇടയ്ക്കിടയ്ക്ക് ഒരു വയറിന് ഡിസ്കംഫേർട്ടും ലൂസ് മോഷനും കാണുക. ഇതെല്ലാം ഇപ്പോൾ കാണുന്ന ഈ കോവിഡ് വൈറസ് വന്ന് മാറിയവരിൽ കാണുന്ന ലക്ഷണങ്ങളാണ്. വല്ലാത്ത ഒരു ആങ്സൈറ്റി, ഉത്കണ്ഠ, നെഞ്ചിലൊരു ഭാരം പോലുള്ള ബുദ്ധിമുട്ടുകൾ ഈ പോസ്റ്റ് കോവിഡ് സ്ട്രെസ് ഡിസോർഡറിന്റെ ഭാഗമായിട്ടും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ഈ ലക്ഷണങ്ങൾ ഇപ്പോഴത്തെ ഈ JN.1 വൈറസ് വന്നു പോയവരിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങളാണ്. ഈ വൈറസ് സപ്പോസ് നിങ്ങളെ ഈ രോഗം ബാധിക്കുകയാണെന്നിരിക്കട്ടെ, ജലദോഷം, തൊണ്ടവേദന, പനി ഉണ്ടെന്നിരിക്കട്ടെ, നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 4 ദിവസം റെസ്റ്റ് ചെയ്യുക. പലപ്പോഴും കുട്ടികൾക്ക് ഈ രോഗം വ്യാപകമായിട്ട് പടർന്നു പിടിക്കുന്നതിന്റെ കാരണം സ്കൂളിൽ ഇത് വ്യാപിക്കുന്നതാണ്. പലപ്പോഴും ഈ ജലദോഷം, തൊണ്ടവേദന വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം കുട്ടികൾ റെസ്റ്റ് ചെയ്യും, 2ാം ദിവസം ഇവർ പുറത്തേക്ക് അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. സ്കൂളിൽ ഈ രോഗം വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കും. ഒരു കുട്ടിയിൽ നിന്ന് തന്നെ ബാക്കി ആ ക്ലാസ്സിൽ മൊത്തം പടരുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് കഴിയുന്നത്ര ഇപ്പോഴത്തെ ഈ ഒമിക്രോൺ കോവിഡ് ബാധിച്ചു കഴിഞ്ഞാൽ കഴിയുന്നത്ര ഒരു 6 ദിവസമെങ്കിലും കുട്ടികളെ സ്കൂളിൽ വിടാതിരിക്കുക. കുട്ടികൾ റെസ്റ്റ് ചെയ്യട്ടെ. നിങ്ങൾക്ക് ഈ രോഗം ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് കംപ്ലീറ്റ് റെസ്റ്റ് ആണ്. ഭക്ഷണം വളരെ ലൈറ്റ് ആയിട്ടുള്ള, ഇപ്പോൾ കഞ്ഞി, അത്യാവശ്യം ഇഡ്ഡലി, ദോശ പോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. വെള്ളം ധാരാളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുക. കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് ചെയ്യുക. കണ്ണിനും തലച്ചോറിനും അധികം സ്ട്രെയിൻ ചെയ്യാതെ നല്ല ഉറക്കം കൂടെ കിട്ടുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഇപ്പോൾ ഈ വ്യാപിക്കുന്ന ഒമിക്രോൺ കോവിഡ് മാറുന്നതാണ്. ഒരിക്കലും ഇപ്പോൾ ബാധിക്കപ്പെടുന്ന ഈ രോഗം വളരെയധികം മാരകമാകാറില്ല. എന്നാൽ ശരീരത്തിനും വളരെ പലവിധ രോഗങ്ങളുള്ളവർക്ക്, ഉദാഹരണത്തിന് ഇപ്പോൾ വെന്റിലേറ്ററിൽ കിടക്കുന്നവർ, ഇല്ലെങ്കിൽ കടുത്ത രോഗം, ഇപ്പോൾ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ബാധിച്ച് വീട്ടിൽ റെസ്റ്റ് ചെയ്യുന്നവർക്കെല്ലാം ഈ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ
അവരുടെ ശരീരത്തിലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള രോഗങ്ങൾ വർദ്ധിക്കാനും ഒരുപക്ഷെ മരണം വരെ സംഭവിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരും ഗുരുതരമായിട്ടുള്ള രോഗബാധയുള്ളവരുടെയും അടുത്തേക്ക് കഴിയുന്നത്ര നിങ്ങൾക്ക് ജലദോഷവും തൊണ്ടവേദനയും പനി ഉണ്ടെങ്കിൽ പോകരുത്. രോഗബാധയുള്ളവർ വീട്ടിൽ നമ്മുടെ പഴയ കോവിഡ് കാലത്ത് ഉപയോഗിച്ചിരുന്ന മാസ്ക് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. കഴിയുന്നത്ര ആൾക്കാർ വളരെയധികം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങൾ, ഇപ്പം അടച്ചിട്ട ഹാളുകൾ, വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ലിഫ്റ്റുകൾ, ഇവയ്ക്കകത്തേക്ക് കഴിയുന്നത്ര ഈ ഒരു സമയത്ത് അടുത്ത ഒരു 1-1.5 മാസത്തേക്ക് പോകാതിരിക്കുക. കാരണം ഇതുപോലുള്ള ഈ കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ ഒമിക്രോൺ കോവിഡ് വൈറസിന്റെയോ H1N1 ഇൻഫ്ലുവൻസ വൈറസിന്റെയോ സാന്നിധ്യം കാണും എന്നുള്ളത് കൊണ്ട് തന്നെ കഴിയുന്നത്ര ഇത്തരം സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക. ഞാൻ ഈ പറയുന്ന രീതിക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞിരുന്നാൽ ഇപ്പോൾ പടർന്നു പിടിക്കുന്ന ഈ ഒമിക്രോൺ കോവിഡിന്റെ തരംഗത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനും സാധിക്കും. നമ്മുടെ വീടുകളിലുള്ള ആൾക്കാരെ സുരക്ഷിതരാക്കാനും സാധിക്കും. പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അറിവിലേക്കായിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. ഇപ്പോൾ പടർന്നു പിടിക്കുന്ന ഈ വൈറസിന്റെ ലക്ഷണങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് തന്നെയാണ് നല്ലത്. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.